എവറി 180 ഡിഗ്രി ഓഫ് ക്രാങ്ക് റൊട്ടേഷനിൽ ഒരു സിലിണ്ടർ ഫയർ ചെയ്യുക. അതിൻ്റെ ബ്യൂട്ടിഫുൾ സിംഫണിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓ, ബട്ടറി സ്മൂത്ത്, ക്വിക്ക് ഷിഫ്റ്റർ, ക്ലച്ച് പിടിക്കാണ്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. ഒരു സ്റ്റെബിലിറ്റി ചെക്ക് നോക്കട്ടെ, കൊള്ളാട്ടോ. ചെറിയൊരു ലെഫ്റ്റ് സൈഡ് പുള്ളുണ്ട് വണ്ടിക്ക്. വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ന് നമ്മളപ്പോൾ കവാസാക്കിയുടെ Z900 ആണ് കേട്ടോ, എവറിബഡീസ് ഫേവറേറ്റ് ഇൻലൈൻ ഫോർ സ്ട്രീറ്റ് ഫൈറ്റർ. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും പ്രത്യേകതയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് ഫ്രണ്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇത് നോക്ക്, LED ഹെഡ് ലാംപ്സ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് നോക്കട്ടെ, ഭയങ്കര ഇവിടെ പണ്ട് മുതൽ ഡിസൈൻ ഇവിടെ സുഗോമി ഡിസൈൻ എന്നാണ് പറയുന്നത്. ഭയങ്കര അഗ്രസീവ്, പ്രെഡേറ്റർ അറ്റാക്ക്, അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജാണ് എപ്പോഴും കവാസാക്കി ഫോളോ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് കുറേ അതർ മാനുഫാക്ചേഴ്സ് ഇങ്ങനത്തെ സ്ട്രീറ്റ് ഫൈറ്റേഴ്സ് ഇപ്പം ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുക. ഇത് കണ്ടിട്ട് ഇതിൻ്റെ സൈഡിൽ DRS ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കാണാൻ ഭയങ്കര സെറ്റപ്പ്, ഭയങ്കര അഗ്രസീവാണ്. പക്ഷേ നൈറ്റ് ടൈം റൈഡിങ്ങിനൊക്കെ അത്ര വലിയ സെറ്റപ്പ് നമുക്ക് തോന്നില്ല, അത്രമാത്രം ലൈറ്റ് ത്രോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ ഓൺ എക്സ്ട്രാ ലൈറ്റ്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. സോ ഈ മോട്ടോർ സൈക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് മിഥുൻ ബ്രോ ഉണ്ട്, ഫ്രം തൃശ്ശൂർ നമുക്ക് പ്രൊവൈഡ് ചെയ്തേക്കുക ഫോർ ടെസ്റ്റിംഗ്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ Z900 വീഡിയോ ചെയ്യാൻ വേണ്ടി, പക്ഷേ വെഹിക്കിൾ ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ ഇൻ കേരള ഇല്ല. അതുകൊണ്ട് മിഥുൻ ബ്രോ ആണ് വണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ താങ്ക് യു മിഥുൻ ബ്രോ ഫോർ യുവർ വെഹിക്കിൾ. അടിപൊളി കണ്ടീഷൻ, പ്രിസ്റ്റീൻ കണ്ടീഷനിൽ കീപ്പ് ചെയ്ത ഒരു അടിപൊളി മോട്ടോർ സൈക്കിൾ. 20,000 കിലോമീറ്റേഴ്സേ ഓടിയിട്ടുള്ളൂ. സെറ്റപ്പ് നോക്കണേ, ഇതിൻ്റെ ഫോക്ക് ഉണ്ടല്ലേ, 41 mm അപ്സൈഡ് ഡൗൺ ഫോക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ 41 mm എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇന്നർ ട്യൂബിൻ്റെ സൈസിനാണ് കേട്ടോ പറയുന്നത്. ഈ കണ്ടേ, ഇത് സ്റ്റാൻഷൻ എന്നാണ് പറയുക, അതിൻ്റെ സൈസാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്ക് റോട്ടറൊക്കെ ട്വിൻ 300 mm ഡിസ്ക് റോട്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡും കണ്ടില്ലേ ഡിസ്ക് റോട്ടേഴ്സിൻ്റെ സെറ്റപ്പ് കണ്ടേ. ഈ ടൈപ്പ് ഡിസ്ക് റോട്ടേഴ്സിനെ പറയുന്നത് സെമി ഫ്ലോട്ടി അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് ഡിസ്ക് റോട്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. സോ ഇതിൽ ഉപയോഗിച്ച സെമി ടൈപ്പ് ഫ്ലോട്ടിംഗ് റോട്ടേഴ്സാണ്, ഫുള്ളി ഫ്ലോട്ടിംഗ് അല്ല. അതുകൊണ്ട് അത്രമാത്രം ലാറ്ററൽ മൂവ്മെൻറ്റ് ഇല്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ നോക്കിക്കാൻ കാണാൻ ഒരു ഗ്യാപ്പ് കണ്ടില്ലേ. ഈ തരം ഇതിന് റിവെറ്റ് എന്ന ചിലർ വിളിക്കാനും ബട്ടൺസ് എന്ന് വിളിക്കാനും, ശരിക്കും ഇതിൻ്റെ എഞ്ചിനീയറിംഗ് ടേം എന്ന് പറഞ്ഞാൽ ബോബിൻസ് എന്നാണ് ഇതിനൊക്കെ ശരിക്കും പറയാം. ഇത് കണ്ട ഒരു ഗ്യാപ്പ് കണ്ടില്ലേ. അപ്പോൾ ഈ ഹീറ്റ് ചെയ്തിട്ട് ഈ കാരിയർ പ്ലേറ്റിലോട്ടൊന്ന് ചൂട് പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ്, ഇത് ആ ബെറ്റർ ഹീറ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയാണ്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തേക്കുന്നുണ്ടല്ലേ, അതിന് വേണ്ടിയാട്ടോ ഈ സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ സെമി ഫ്ലോട്ടിംഗ് ഡിസ്ക് റോട്ടേഴ്സ് എന്നാണ് പറയുന്നത്. മാത്രം ഇതിൻ്റെ ക്യാരിയർ ഉണ്ട്, ഇത് അലൂമിനിയം ആണ്, ഇതാണ് സ്റ്റീലിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. കുറച്ചൊരു വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനത്തെ അലൂമിനിയം ക്യാരിയേഴ്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അൺസ്പ്രങ് മാസ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് സസ്പെൻഷൻ അടി വരുന്ന എന്ത് സാധനത്തിൻ്റെ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അത് ഹാൻഡ്ലിങ്ങിന് ഇമ്പ്രൂവ് ചെയ്യും കേട്ടോ. പക്ഷേ ഇതിൽ കൊടുത്ത കാലിപ്പർ നിസിൻ്റെ കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ആക്സിയൽ ടൈപ്പ് കാലിപ്പേഴ്സാണ് കൊടുത്തത്, റേഡിയലല്ല. സ്പോർട്ട് ബൈക്ക് പോലെ അത്രമാത്രം അഗ്രസീവ് ബ്രേക്കിങ്ങിലൊക്കെ അത്രമാത്രം സെറ്റപ്പുള്ള ബ്രേക്കിംഗ് ഒന്നും പ്രൊവൈഡ് ചെയ്ത് നോർമൽ ആക്സിയൽ ടൈപ്പ് കാലിപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോഴേക്ക് ഇതിനൊരു റേഡിയൽ കൊടുത്ത മച്ച് ബെറ്റർ ബ്രേക്കിംഗ് കിട്ടും. ഓൺ ദ ട്രാക്ക് ആണെങ്കിൽ കുറച്ചുകൂടി അഗ്രസീവായി ഓടിക്കാൻ മച്ച് മോർ ബെറ്റർ ഫ്രണ്ട് ആൻഡ് ഫീലിംഗ് കൂടി കിട്ടും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ രീതിയിൽ കോസ്റ്റ് കട്ടിങ്. പിന്നെ മാത്രം ഇത് ഉപയോഗിച്ച ബ്രേക്ക് ലൈൻ നോക്ക്, റബ്ബർ ബ്രേക്ക് ലൈൻസ് ആണ് കൊടുത്തത്. ഓൺ 12 lakh മോട്ടോർ സൈക്കിൾ റബ്ബർ ബ്രേക്ക് ലൈൻസ് ആണ് കവാസാക്കി കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു സ്ട്രീറ്റ് മോട്ടോർ സൈക്കിൾ ഫോർ ദ സ്ട്രീറ്റ്, അതുപോലെ കമ്മ്യൂട്ടിങ്, അതുപോലെ സ്ട്രീറ്റ് ഫൈറ്റിങ്ങിന് ഉപയോഗിക്കുന്ന മോട്ടോർ സൈക്കിൾ. ഇതിൻ്റെ ആദ്യം സ്റ്റോക്ക് വന്ന ടയറിന് ഫ്രണ്ട് 120 സെക്ഷനാണ്, വൈഡ് വീതി കൂടിയ ടയർസാണ് വന്ന്. അത് പക്ഷേ അത്ര ഗ്രിപ്പ്, ഡൺലോപ്പിൻ്റെ റോഡ് സ്പോർട്ട് എന്ന ടയർസാണ്, അതത്ര ഗ്രിപ്പില്ലാത്ത ടയർസ് ആയതുകൊണ്ട് ഇതിൻ്റെ ഓണർ ടയർ മാറ്റി മിഷ്ലിൻ്റെ റോഡ് 6 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. മച്ച് ബെറ്റർ ഗ്രിപ്പാണ് കിട്ടുന്നത് കേട്ടോ ഇപ്പോൾ. പിന്നെ ഇതിൻ്റെ റേഡിയേറ്റർ ഉണ്ട്, റേഡിയേറ്ററിന് ഒരു ഗാർഡും കൂടി കൊടുത്തിട്ടുണ്ട്, വല്ല കല്ലൊന്നും അടിച്ച് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഗാർഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നത്തെ മെയിൻ ഹൈലൈറ്റ് അറിയോ, Z900 മേടിക്കുന്നത് എന്തിനാ, ഫോർ ദിസ് എഞ്ചിനായിട്ട് ഒരു 948cc ലിക്വിഡ് കൂൾ ഇൻലൈൻ ഫോർ 4 സിലിണ്ടർ. ആ 4 സിലിണ്ടർ ഇത് പുറത്തോട്ട് എക്സോസ്റ്റ് പോട്ട് ചെയ്ത് 4x1 ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ്. മാത്രമല്ല എക്സോസ്റ്റ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഒരു GPRൻ്റെ എക്സോസ്റ്റ് സിസ്റ്റം അവിടെ കൊടുത്തിരിക്കുന്നത്. അക്രമ സൗണ്ടിക്കാണ് വിത്ത് DB കില്ലർ മാറ്റിയ അക്രമ ശബ്ദമുണ്ട്. ഇപ്പോൾ തന്നെ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പോപ്സ് ബാങ്ക്സ് തീപ്പൊരിയാണ്, അത് ഞാൻ പിന്നെ കേൾപ്പിച്ചത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫയറിംഗ് ഓർഡർ എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാ ഇൻലൈൻ ഫോഴ്സുകളും സിമിലർ ആയിട്ടുള്ള ഒരു ഫയറിംഗ് ഓർഡർ, ഫ്ലാറ്റ് പ്ലെയിൻ എന്നാണ് പറയുന്നത്. ഒരു സിലിണ്ടർ ഫയർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ 180 ഡിഗ്രി ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷൻ, ക്രാങ്ക് ഷാഫ്റ്റ് ഒരു പകുതി തിരിയുമ്പോഴേക്കും അടുത്ത സിലിണ്ടർ ഫയർ ചെയ്യും, പിന്നെയും ഒരു പകുതി തിരിയുമ്പോഴേക്കും അടുത്ത സിലിണ്ടർ ഫയർ, പിന്നെയും പകുതി തിരിയുമ്പോൾ അടുത്ത സിലിണ്ടർ ഫയർ, പിന്നെയും തിരിയുമ്പോൾ ലാസ്റ്റ് 4th സിലിണ്ടർ ഫയർ ചെയ്യും കേട്ടോ. അങ്ങനെ 1342 ആണ് ഫയറിംഗ് ഓർഡർ. ഇഫ് മൈ മെമ്മറി ഈസ് കറക്റ്റ് 1342 ഫ്രം ദ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സിലിണ്ടർ എണ്ണുന്നത്. കണ്ടില്ല, അതാ സിലിണ്ടർ 1, പിന്നെ സിലിണ്ടർ 2, സിലിണ്ടർ 3, സിലിണ്ടർ 4 ആണ്. അങ്ങനത്തെ രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. എൻ്റെ ഫസ്റ്റ് സിലിണ്ടർ ഫയർ ചെയ്തിട്ട് പിന്നെ 3rd സിലിണ്ടർ, പിന്നെ 4th സിലിണ്ടർ, പിന്നെ 2nd സിലിണ്ടർ ഫയർ ചെയ്യും. അതാണ് എൻ്റെ ഫയറിംഗ് ഓർഡർ. 1342 ആണെന്ന് എൻ്റെ ഓർമ്മ കറക്റ്റ്. ഞാൻ കറക്റ്റ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എടുത്ത് പറഞ്ഞാൽ മനസ്സിലായി. ആ എഞ്ചിൻ്റെ സൈസൊക്കെ അല്ലേ, വണ്ടിയിൽ നിറഞ്ഞിരിക്കുന്ന എഞ്ചിനാണ്. കൊള്ളാല്ലേ, ഒരു സ്ട്രീറ്റ് ഫൈറ്റിന് ഇത്ര സെറ്റപ്പ് ആയിട്ടുള്ള എഞ്ചിനാണ് കൊടുത്തിരിക്കുക വിത്ത് എൻ എക്സോസ്റ്റ്. ഇത് അക്രമമായിരിക്കും. മാത്രം എൻ്റെ പവർ ഫിഗേഴ്സ് സീനായിട്ട് 123 ഹോഴ്സ് പവർ 98 Nm ഓഫ് ടോക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെറ്റപ്പ്. ഇതിൻ്റെ എക്സോസ്റ്റ് മാറ്റിയാൽ കുറച്ചൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി പോലെ ഉണ്ട്. എന്നാലും ഏകദേശം 145 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൂ കേട്ടോ. കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ശ്രദ്ധിച്ച് വേണം ഓടിക്കുക. ലോങ് വീൽ ബേസാണ്, കുറച്ച് സ്റ്റിഫർ സസ്പെൻഷൻ ആയതുകൊണ്ട് അധികം പ്രശ്നം വരില്ല. പക്ഷേ എന്നാലും അടി തട്ടുന്ന ഒരു സീൻ ഉണ്ട് കേട്ടോ.
പിന്നെ ഇതിൻ്റെ ഫ്രെയിം കണ്ടോ, ഒരു സ്റ്റീൽ ട്രെലിസ് ഫ്രെയിം ആണ് ഉപയോഗിച്ച് കണ്ടില്ലേ, ഇതേ കണ്ടില്ല, ആ സ്റ്റിയറിംഗ് ക്വാളിറ്റിയിൽ നിന്ന് സ്റ്റീൽ ട്യൂബ്സ് വന്നേക്കുക സ്വിംഗ് ആം പിവറ്റിലോട്ട്. അതിന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ഇങ്ങനത്തെ ട്രയാങ്കിൾ പോലത്തെ ലാറ്റിസസ് കൊടുത്തേക്കുക ടു ഗിവ് ഇറ്റ് സ്ട്രെങ്ത്. മാത്രമല്ല എഞ്ചിൻ അതിലോട്ട് മൗണ്ട് ചെയ്ത് വെച്ചേക്കാണ്. കൊള്ളാലെ സെറ്റപ്പ്. പിന്നെ എൻ്റെ റിയർ ഷോക്ക് കണ്ടില്ലേ, അതും പ്രീലോഡ് അഡ്ജസ്റ്റബിൾ വിത്ത് റീബൗണ്ട് ആണ് കേട്ടോ. പിന്നെ ഇത്തരം ഷോക്സ് കാവസാക്കി പറഞ്ഞാൽ ഹൊറിസോണ്ടൽ ലിങ്ക് ഷോക്ക് എന്നാണോ, കാരണം സ്വിംഗ് ആമിൽ നിന്ന് ലിങ്കേജ് വെച്ചിട്ട് അതിലോട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. സെറ്റപ്പ് നോക്കണേ. ഇതിന് കുറച്ചുകൂടി ട്രാവൽ, ഫ്രണ്ടിൽ 120 mm ട്രാവലും ബാക്കിൽ 140 mm ട്രാവലും കേട്ടോ. കുറച്ച് ട്രാവൽ റിയർ ഷോക്ക് കൊടുത്ത് അതിൻ്റെ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നോട് ഒരു റേസിംഗ് എഞ്ചിനീയർ പറഞ്ഞു തന്നാൽ ഫ്രം കാസ്ട്രോൾ പറഞ്ഞു തന്ന കാര്യം, നമുക്ക് ഇങ്ങനത്തെ റീബൗണ്ടുള്ള ഷോക്സില്ലേ, അതിൻ്റെ റീബൗണ്ട് നമ്മൾ സോഫ്റ്റ് ആക്കി അതിൻ്റെ ഒപ്പം തന്നെ കംപ്രഷനും മാറുന്ന കേട്ടോ. ചിലരൊരു കംപ്രഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ഓൺ ദ ഡൈനോ നമ്മൾ ഷോക്കിനൊരു ഡൈനോ ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ് അതിൻ്റെ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇത്തരം ഷോക്സിൻ്റെ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കംപ്രഷനും മാറാണ്ട്. അതെന്താണ് കോഴി കാവസാക്കിയേ, കോഴി നമ്മളോട് കളിക്കാൻ. പിന്നെ ജീപ്പിൻ്റെ എക്സോ സിസ്റ്റം കൊടുത്ത് കുറച്ച് വെയിറ്റ് റിഡക്ഷനൊക്കെ ചെയ്യുന്ന. പിന്നെ റിയർ ലോക്ക് 250 mm ഡിസ്ക് കൊടുത്ത് പെറ്റൽ ഡിസ്ക് ആണ് കൊടുത്തത്. അത് ഫ്രണ്ടിൽ പെറ്റൽ ഡിസ്ക്, വേവ് റോട്ടേഴ്സ് എന്ന് ഇതിനെ പറയാം. ബെറ്റർ ഹീറ്റ് ഡിസിപ്പേഷന് വേണ്ടിയാണ്. എന്തിനാ എത്രമാത്രം ഹീറ്റ് സേവ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഹീറ്റിംഗ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഹീറ്റായി കഴിഞ്ഞാൽ ബ്രേക്കിംഗ് നഷ്ടപ്പെടും, ബ്രേക്ക് ഫേഡ് വന്നു തുടങ്ങോട്ടോ. ഓവർ ഹീറ്റ് ആകുമ്പോൾ അതുകൊണ്ടാണ് ചുരമൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് കൂടുതൽ ഫ്രണ്ട് ബ്രേക്സ് അല്ലെങ്കിൽ റിയർ ബ്രേക്സ് വെച്ചാൽ നമുക്ക് ബ്രേക്ക് നഷ്ടപ്പെടുന്നത്. അത് വരാണ്ടിരിക്കാൻ കൊടുക്കും ബെറ്റർ എയർ ഫ്ലോ. അതുപോലെ ആ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി ഇത്തരം ബ്രേക്ക് റോട്ടേഴ്സൊക്കെ ഉപയോഗിക്കുന്നു കേട്ടോ. സെറ്റപ്പ്. ബാക്കിൽ 180 സെക്ഷൻ ടയറാണ് കേട്ടോ. റോഡ് 6 ടയർസാണ് കൊടുത്തത്. W റേറ്റഡ് ടയർസ്, നല്ല കോമ്പൗണ്ട്, ബൈക്ക് കോമ്പൗണ്ട്, സെൻട്രൽ ഹാർഡ് കോമ്പൗണ്ട്, സൈഡിൽ സോഫ്റ്റർ കോമ്പൗണ്ടാണ് കൊടുത്തത്. അപ്പോൾ കോർണർ സമയത്ത് നമുക്ക് കൂടുതൽ ഗ്രിപ്പ് കിട്ടും, നേരെ ഓടിക്കുമ്പോൾ കൂടുതൽ ടയർ ലൈഫും കിട്ടും. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കൊടുത്തത്. 2CT പ്ലസ് കോമ്പൗണ്ട് എന്നൊക്കെ മെഷീൻ പറയുന്നത്. കുറേ സെറ്റപ്പ്. നമ്മുടെ റോഡ് 5 ടയർസൊക്കെ ഇല്ലേ, ഡ്യൂക്ക് 390 അല്ലെങ്കിൽ RTR 310 വരുന്ന RR 310 വരുന്ന ടയർസ്, ആ ടയർസിൻ്റെ സിമിലർ ആയിട്ടുള്ള ഒരു ടെക്നോളജി തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കണം. മച്ച് മോർ ഇമ്പ്രൂവ്, കുറച്ചുകൂടി ബെറ്റർ വെറ്റ് ഗ്രിപ്പൊക്കെ കിട്ടുന്ന ടയേഴ്സാണ് ഇതിൽ കൊടുത്തത്. കണ്ടില്ലേ, അതിൻ്റെ ഉള്ളിലത്തെ വാട്ടർ ചാനൽ പുറത്തോട്ട് പുഷ് ഔട്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ നോക്കിയാൽ ചെറിയ ഗ്രൂസും കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ടയർ ഓവർ കുറച്ച് തേയ്മാനം കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ വാട്ടർ ക്യാനിങ് കപ്പാസിറ്റി കുറയില്ലേ, അത് വരാണ്ടിരിക്കാൻ അതിൻ്റെ ഉള്ളിലും കണ്ട മൈക്രോ സൈപ്പിംഗ് എന്നാണ് പറയുന്നത്, ചെറിയ ചാനൽസ് കൊടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനത്തെ ഒരു അങ്ങനെ ഹൈ ടെക്നോളജി ടയറാണ് ഈ മെഷീനിൻ്റെ. അടിപൊളി ടയർ. നിങ്ങൾ റോഡ് യൂസ് ചെയ്യുന്ന ടയർ നോക്കുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പിന്നെ റിയറിൽ നിസിൻ കാലിപ്പേഴ്സും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ വരുത്തിക്കാൻ മാറ്റം എന്ന് പറഞ്ഞാൽ ഒരു ക്വിക്ക് ഷിഫ്റ്റർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് ഓടിക്കാൻ നമുക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഡൗൺ ഷിഫ്റ്റില്ല, അപ്പ് ഷിഫ്റ്റ് മാത്രമുള്ള ഒരു ക്വിക്ക് ഷിഫ്റ്ററും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടത് RNGയുടെ ഫ്രെയിം സ്ലൈഡേഴ്സും കൊടുത്തിട്ടുണ്ട്. ഭയങ്കര RNG ഒക്കെ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് ഒരു ഫ്രെയിം സ്ലൈഡർ കണ്ട. ബേസിക് പ്രൊട്ടക്ഷൻ മാത്രമല്ല, നമ്മൾ വീണ് കഴിഞ്ഞാൽ ചെറിയ വീഴ്ചയൊക്കെ ആണെങ്കിൽ സ്ലോ സ്പീഡിലൊക്കെ വീണ് കഴിഞ്ഞാൽ കണ്ട ഇവിടെ ടാങ്ക് ഡാമേജ് വരാണ്ട്, എഞ്ചിൻ കേസിന് ഡാമേജ് വരാണ്ട്, ഗിയർ ലെവേഴ്സിനെ കുറച്ച് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയുള്ള ഫ്രെയിം സ്ലൈഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ റിയർ ടെയിൽ സെക്ഷൻ നോക്കിയാൽ കണ്ട, ആ LED ടെയിൽ ലൈറ്റ് ആണ് കൊടുത്തേക്കണ്ട. അങ്ങനെ അത് സുഗോമി എന്നാണ് അവർ പറയുന്നത് കേട്ടോ. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ അങ്ങനെ എന്തായാലും ഞാൻ പറഞ്ഞ രീതി അങ്ങനെ അതാണ്. അഗ്രസീവ് ആയിട്ടുള്ള ടെയിൽ ഡിസൈനൊക്കെ അവരുടെ Z1000 ഇൻസ്പയർഡ് ആ പ്രെഡേറ്റർ അങ്ങനത്തെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ കേട്ടോ. അതിന് സുഗോമി എന്നാണ് അവർ പറയുന്നത്. ജപ്പനീസിൽ പറഞ്ഞാൽ അഗ്രസീവാണ്, അങ്ങനെ ഓറ എന്നൊക്കെ പറയില്ല, ആ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. കൊള്ളാമല്ലേ, കാണാൻ ഭയങ്കര അഗ്രസീവ്. കുറേ LEDs ഒക്കെ കൊടുത്ത് കുറേ മത്താപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്ക്, ഒരു കുട്ടി ഇതേ ഡിസ്പ്ലേയും കൊടുത്തിട്ട് 4.3 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. റിലേറ്റീവ്ലി ഈസി ആണ് ഇതിൻ്റെ മോഡൊക്കെ മാറ്റി. ഇപ്പോൾ റെയിൻ മോഡിൽ എടുക്കാൻ ഇതാണ്, അപ്പ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെക്കണം. അപ്പോൾ റോഡിൽ നിന്നും കൂടി പ്രസ് ചെയ്താൽ സ്പോർട്ട് മോഡാവും. റെയിൻ മോഡിൽ നിന്ന് താഴോട്ട് നോക്കി പിടിച്ചാൽ റൈഡർ മോഡിലോട്ട് വിടാം. റൈഡർ കണ്ട പവറുണ്ട്, പവർ ഫുള്ളുണ്ട്, ലോ ഉണ്ട്. അപ്പോൾ ഫുൾ പവറും കിട്ടും. അത് മാത്രമല്ല നമുക്കിതിൻ്റെ ട്രാക്ഷനും മാറ്റാൻ പറ്റും. ഇപ്പോൾ കണ്ട പവർ മോഡ് ഫുള്ളും ഉണ്ട്, പിന്നെ ലോ ഉണ്ട്. ഫുള്ളിൽ തന്നെ കിടക്കട്ടെ, അക്രമം കാണിക്കില്ല. പിന്നെ അത് KTRC എന്നുണ്ട്, കാവസാക്കി ട്രാക്ഷൻ കൺട്രോളാണ് കേട്ടോ. അത് നമുക്ക് കുറച്ചും വെക്കാം, ഓഫാക്കി വെക്കാം. കണ്ട, ഇപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആ ഫുൾ പവർ അക്രമം കസ്റ്റം മോഡാക്കി നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അക്രമം കാണിക്കാനുള്ള മോഡും കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഡുവൽ ചാനൽ ABS കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫ്രണ്ട് ബ്രേക്കും റിയർ ബ്രേക്കും കയറി പിടിച്ച് ധൈര്യത്തോടെ കയറി പിടിക്കാം. ഫ്രണ്ട് വീൽ ലോക്കിംഗ് ഹോപ്പിംഗ് ഒന്നുമില്ല. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് വെച്ചിട്ട് അഗ്രസീവായിട്ട് ഗിയർ ഡൗൺ ചെയ്താൽ റിയർ വീൽ ലോക്ക് ചെയ്യണം, പേടിയും വേണ്ട. അങ്ങനത്തെ കുറച്ച് മത്താപ്പൊക്കെ കൊടുത്ത് ബേസിക് സാധനങ്ങളാണ് കൊടുത്തിരിക്കുക. അല്ലാണ്ട് ഓവറായിട്ടുള്ള സെറ്റപ്പ് ഒന്നും കൊടുത്തിട്ടില്ല. ഇതിൽ പുതിയ മോഡൽ 2025 വരും. അതിൽ കുറേ ചേഞ്ചസ്, അതിൻ്റെ ഹെഡ്ലൈറ്റൊക്കെ മാറ്റി. ഹെഡ്ലൈറ്റ് ഒന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ അതിൻ്റെ ഹാർഡ്വെയർ എൻറ്റയർലി മാറ്റി നല്ല കേപ്പബിൾ ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിൾ ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത് വണ്ടി കിട്ടിയിട്ട് അതിൻ്റെ ടെസ്റ്റ് നോക്കി ചെയ്ത് വീഡിയോ ചെയ്യാം. ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സിൻ്റെ ക്വാളിറ്റി ആണെങ്കിൽ ഇപ്പോഴും കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് അല്ലേ. കണ്ട, അധികം കളർ ഫേഡൊന്നുമില്ല. 20,000 കിലോമീറ്റർ ഓടിയ മോട്ടോർ സൈക്കിൾ, എന്നിട്ടും ഇതിൻ്റെ സെറ്റപ്പ് ഒക്കെ സ്റ്റിൽ ലുക്കിംഗ് ഗുഡ് അല്ലേ. കൊള്ളാം. മിറേഴ്സൊക്കെ അത്ര സുഗോമി സെറ്റപ്പും മത്താപ്പൊന്നും കൊടുത്തിട്ടില്ല, നോർമലായിട്ടുള്ള മിറേഴ്സാണ് കൊടുത്തത്. ബാക്കി എവറിത്തിങ് ലുക്ക് സോ ഗുഡ്. ഇതിൻ്റെ ക്ലച്ച് ഉണ്ട്, ലൈറ്റ് ക്ലച്ചാണ്. ഒരു 948cc ലിക്വിഡ് കൂൾ ഇൻലൈൻ 4ൻ്റെ ക്ലച്ച് ഒക്കെ എന്ത് പഴം പോലത്തെ ക്ലച്ച്. ഹോണ്ട ജാപ്പനീസിൻ്റെ ക്ലച്ചസ് പൊതുവേ അങ്ങനെ കേട്ടോ, ഭയങ്കര ലൈറ്റ് ഫീലിംഗ്. അപ്പോൾ സിറ്റി യൂസ് ചെയ്താൽ നമുക്ക് അത്രമാത്രം റിസ്റ്റ് പെയിനോ ഫെറ്റീഗോ ഒന്നും വരില്ല കേട്ടോ. അത് 5 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ ആയിട്ട് ക്ലച്ച് ലെവർ ബ്രേക്ക് ലെവറാണ് കൊടുത്തിരിക്കുന്നത്.
കൊള്ളാം. പക്ഷേ ഈ മാസ്റ്റർ സിലിണ്ടർ കണ്ടില്ലേ, ഇതൊരു ആക്സിയൽ ടൈപ്പ് മാസ്റ്റർ സിലിണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. മിക്ക മോട്ടോർ സൈക്കിളിലും ഒരു റേഡിയൽ ടൈപ്പ് കൊടുക്കുക. പക്ഷേ ഇങ്ങനത്തെ ബഡ്ജറ്റ് സ്ട്രീറ്റ് ഫൈറ്റേഴ്സിനൊക്കെ പൊതുവേ ഇങ്ങനത്തെ ആക്സിയൽ മാസ്റ്റർ സിലിണ്ടേഴ്സാണ് കൊടുക്കുന്നത് കേട്ടോ. കോസ്റ്റ് കട്ടിങ്ങിന് വേണ്ടി ഇങ്ങനെ കൊടുത്ത് പറക്കണ വണ്ടിയാണ്. 4 സിലിണ്ടറാ, 123 ഹോഴ്സ് പവർ. വില ഇതിന് 12. ഇനി ഇതിൻ്റെ സീറ്റ് കണ്ടില്ലേ, ഇത് കുറച്ച് വർക്ക്. ഇതിൻ്റെ സ്റ്റോക്ക് സീറ്റ് തന്നെ അധികം പാഡിങ് ഇല്ല. ഈ Z9 മൊത്തത്തിലുള്ള സീറ്റ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻ അത്രമാത്രം സെറ്റപ്പ് അല്ല. അവിടേക്കാണ് കുറച്ച് കോസ്റ്റ് കട്ടിങ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിന് വേണ്ടി അവർ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷാസി ആണെങ്കിൽ കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ട് ബാക്കി സീറ്റൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര സെറ്റപ്പ് ഒന്നുമില്ല. നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാനാണെങ്കിൽ ടൂറിംഗ് ഒക്കെ പോകാൻ ഭയങ്കര നടുവേറെ പ്രശ്നങ്ങളുള്ള സീറ്റാണ്. അതുകൊണ്ട് അതിൻ്റെ ഓണർ ഇതെടുത്ത് കുറച്ച് പാഡിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആഫ്റ്റർ മാർക്കറ്റ് കുറച്ച് പാഡിങ് ഒക്കെ ചെയ്ത് കുറച്ചൊന്ന് ലിഫ്റ്റ് ഹൈറ്റ് അപ്പോൾ കുറച്ചുകൂടി കൂടിയുണ്ട്. കണ്ടേ ഇതിൻ്റെ പില്ലിയൻ്റെ നോക്ക് അവസ്ഥ നോക്കൂ. കുട്ടി ഒരു പണ്ട് ഇതിൻ്റെ സ്റ്റോക്ക് സീറ്റ് ഒട്ടും ഇല്ല കേട്ടോ. ഒട്ടും കംഫർട്ടില്ലാത്ത സീറ്റാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റിയർ ഷോക്കൊന്നും അത്രമാത്രം സെറ്റപ്പ്, അത്രമാത്രം ട്രാവലും ഇല്ല. അത്രമാത്രമായിട്ട് ഷോക്ക് കുറച്ചൊന്ന് സ്റ്റിഫർ സൈഡും കൂടിയാണ്. അപ്പോൾ ഇവിടെ നല്ല അടി കിട്ടുകയും ചെയ്യാം, അത്ര കംഫർട്ടും കിട്ടില്ല. പാവങ്ങൾ. പിന്നെ ടാങ്ക് ഞാൻ പറഞ്ഞു 17 ലിറ്ററിൻ്റെ വലിയ മസ്കുലർ മെറ്റൽ ടാങ്കാണ് കൊടുത്തിരിക്കുന്ന. 17 ലിറ്റേഴ്സ് ആണോ. ഇനി ഫ്യൂൽ എക്കോണമി ഏകദേശം നിങ്ങൾക്ക് മര്യാദക്ക് ഓടിച്ച് കഴിഞ്ഞാൽ 20 കിട്ടും കേട്ടോ. മര്യാദക്ക് ഓടിക്കാൻ അത്ര പറ്റില്ല, പക്ഷെ എന്നാലും ഒരു 17 കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ഏകദേശം ഒരു 250 കിലോമീറ്റേഴ്സ് ഓഫ് ടാങ്ക് റേഞ്ചൊക്കെ കിട്ടും കേട്ടോ വണ്ടിക്ക്. ഇത് ഇരുന്നും കൂടി ഞാൻ കാണിച്ചാൽ ഇതിന് കുറച്ചൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ. 212 kgs അതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇൻ്റർസെപ്റ്ററിനെ കാട്ടി ലൈറ്റ് വെയിറ്റ് ഉണ്ടോ, നിങ്ങൾക്ക് റെഫറൻസ് ഉണ്ട് പറയാം. അല്ലാണ്ട് ഇൻ്റർസെപ്റ്ററായിട്ട് കമ്പയർ ചെയ്യില്ല. ഒരു വെയിറ്റ് കമ്പാരിസൺ പോലെ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള രീതി പറഞ്ഞാൽ ഈ GT ട്വിൻസിനെ കാട്ടി ഏകദേശം 3 ഇരട്ടി പവർ ഉണ്ട്, പക്ഷേ അതിനെക്കാട്ടും വെയിറ്റും കുറവ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചു ഇതിൻ്റെ ആക്സലേഷൻ എന്താ 0 to 100 than 4 seconds ആണ് കേട്ടോ. മാരക ആക്സലറേഷനോ അതേ ടോപ്പ് സ്പീഡുണ്ട്. ഏകദേശം 230 km/h ടോപ്പ് സ്പീഡൊക്കെ വരുന്ന ഒരു മോട്ടോർ സൈക്കിൾ. അതിൻ്റെ വെയിറ്റ് കണ്ട 212 kgs. കമ്പയർ ടു അതർ മോട്ടോർ സൈക്കിൾ കുറച്ചൊരു വെയിറ്റ് കൂടുതലാണ്, പക്ഷേ എന്നാൽ അറ്റ് ദാറ്റ് പ്രൈസ് പോയിൻറ്റ് ഇത് സെറ്റപ്പ് ഡീലാണ് കേട്ടോ. പിന്നെ എൻ്റെ സീറ്റായിട്ട് വന്ന 820 mm ഉണ്ടോ. ഞാൻ 5 foot 8, എനിക്കിത് ഈസിലി ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നു. ഇതിൻ്റെ ഇവിടെ വീതി കുറച്ച് കൂടി ഇവിടെ നാരോ ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ കുറച്ചുകൂടി ഇറങ്ങിയിരുന്നാൽ കുറച്ചുകൂടി ഈസിയറായിട്ട് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ കയറി ഇരിക്കരുത് കേട്ടോ. കുറച്ചൊന്ന് ബാക്കിലോട്ട് ഇറങ്ങിയിരുന്നാൽ കണ്ടില്ലേ കുറച്ചുകൂടി ഈസിയറായിട്ട് ഇത് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. കൊള്ളാല്ലേ ടാങ്ക് കണ്ട ഷേപ്പ് കണ്ടില്ലേ കൊടുത്തതാണ്. കൊള്ളാല്ലേ കാവസാക്കി സെറ്റപ്പാണ്. പിന്നെ എൻ്റെ എർഗണോമിക്സ് ഞാൻ കണ്ട ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക. ഫുഡ് പാക്ക് നോക്ക് കയറ്റിയാണ് വെച്ചേക്കുക. ഹൈറ്റിൽ വെച്ച ഫുഡ് പാക്ക് ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുക. പ്രോപ്പർ അറ്റാക്ക് പൊസിഷനിലായിട്ട് നമ്മൾ ഇരിക്കുന്നത്. എനിക്ക് ഇഷ്ടമാണ് ഈ അറ്റാക്ക് പൊസിഷൻ. ഇതിൻ്റെ എക്സോസ്റ്റ് കൂടി ഞാൻ കേൾപ്പിച്ചുതരാം. കണ്ട ഈവൻ വിത്ത് ദാറ്റ് എക്സോസ്റ്റ് അറ്റ് ഐഡിൽ അത്രമാത്രം വെറുപ്പിരുന്നില്ല. നോർമലായിട്ടുള്ള ഒരു ഇൻലൈൻ ഫോണിൻ്റെ ശബ്ദം പോലെ ഇരിക്കുള്ളൂ കേട്ടോ. കൈ കൊടുത്താലാണ് ഇത് മാറുന്ന. ഐഡിൽ നോക്ക്, ഹോൾഡ് ചെയ്ത് നോക്ക്, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. ഓ പൊട്ടലും ചീറ്റില്ല. ഓ പൊട്ടലും ചീറ്റലും അക്രമം ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്ന് കൈ കൊടുത്താൽ പിന്നെ ഇവിടെ നിന്ന് പുറത്താക്കോട്ടോ. അത്ര അക്രമം ലൗഡ് എക്സോസ്റ്റാ. കൊള്ളാലേ സാധനം. സോ ഇത് നെയ്ബർഹുഡ് ഏരിയ ഗൈസ്. അധികം ഒച്ചപ്പാട് ഉണ്ടാക്കി ഇവിടെ ആൾക്കാർക്ക് പണി ചെയ്യാൻ പറ്റില്ല, കിടക്കാൻ പറ്റില്ല. അത്രയും മാത്രം ലൗഡ് എക്സോസ്റ്റ്. ഈവൻ വിത്ത് ദ DB കില്ലർ ഇത് കണ്ട വിത്ത് ദ DB കില്ലർ ഈ ശബ്ദം. ഇതിൻ്റെ DB കില്ലർ റിമൂവ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ മാരകമാണ്. സീനാണ്, ഹൈലി ഇലീഗലും കൂടിയാണ്, പക്ഷേ ഡാം ഫണ്ണാണ് കേട്ടോ. സോ ലെറ്റ്സ് ടേക്ക് ഇറ്റ് ഫോർ റൈഡ്. സോ നിങ്ങളെല്ലാവരും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളിത് കൊണ്ടുവന്നു ദ കവാസാക്കി Z900 കേട്ടോ. ബ്രില്യൻ മോട്ടോർ സൈക്കിൾ. മിക്കയുടെ ഡ്രീമാണ് ഒരു ഇൻലൈൻ 4 എടുക്കണം, ഒരു നേക്കഡ് ഇൻലൈൻ 4 കേട്ടോ. വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ഇൻലൈൻ 4 മോട്ടോർ സൈക്കിൾ യു ക്യാൻ ഗെറ്റ് ആണ്. ബ്ലഡി ഗുഡ് സ്മൂത്ത് ആണ്. കവാസാക്കിയുടെ എൻജിൻസിൻ്റെ ഒരു പ്രത്യേകത ഈ ഇൻലൈൻ 4 ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് റിഫൈൻഡ് എൻജിൻസാണ്. ഓ ആ ശബ്ദം കണ്ട ഫ്ലാറ്റ് പ്ലെയിൻ്റെ എവറി 180 ഡിഗ്രി ഓഫ് ക്രാങ്ക് റൊട്ടേഷനിൽ ഒരു സിലിണ്ടർ ഫയർ ചെയ്യുക. അതിൻ്റെ ബ്യൂട്ടിഫുൾ സിംഫണിയാണ് നിങ്ങൾ കേൾക്കുന്നത്. ഓ ഓ അക്രമ വണ്ടിയാണ്. വിത്ത് എൻ എക്സോസ്റ്റ് GPRൻ്റെ എക്സോസ്റ്റ് വിത്ത് DB കില്ലറാണ് വെച്ചിരിക്കുന്നത്. ഇലീഗലാ പക്ഷേ സൗണ്ട് സോ ഗുഡ്. വിത്ത് എ ക്വിക്ക് ഷിഫ്റ്റർ, ക്ലച്ച് പിടിക്കാണ്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. ബ്യൂട്ടിഫുൾ സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്ററാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിളാണ്.
നമ്മുടെ നാട്ടിൽ സ്ട്രീറ്റ് ഫൈറ്റിംഗ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റും, പക്ഷേ ഭയങ്കര ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. കാരണം ഇതിന് അത്രമാത്രം പവർ ഉണ്ട്. ഏകദേശം 123 ഹോഴ്സ് പവർ, ഏകദേശം 99 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്കാണ്. ഓ ആ പോപ്സൊക്കെ കേട്ടില്ലേ? നമ്മളെ അങ്ങനെ ലൗഡ് എക്സോസ്റ്റ് വെച്ച റോഡിൽ അങ്ങനെ ഓടിക്കാറില്ല. അപ്പോൾ ഇറ്റ്സ് സംതിങ് ന്യൂ ടു മീ. പക്ഷെ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷേ എനിക്ക് ഉള്ളിലൊരു ഭയങ്കര കുറ്റബോധം തോന്നുന്നു ഇങ്ങനത്തെ ഒരു എക്സോസ്റ്റ് വെച്ച് ഓടിക്കുമ്പോഴേ. അയ്യോ ഐ എം ഡൂയിങ് സംതിങ് ഇല്ലീഗൽ. ആ ഒരു ഫീലിങ്ങാണ്. ഞാൻ എപ്പോഴും സ്റ്റോക്ക് എക്സോസ്റ്റ് വെച്ച് ഓടിച്ചിട്ട് ഇത് വെക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു നാണം പോലെ. ഏകദേശം ലോ ഡൗൺ RPM തന്നെ നിങ്ങൾക്ക് 55 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്. പിന്നെ ഇതിൻ്റെ ഗിയറിങ് കേട്ടോ, ആദ്യത്തെ 4 ഗിയേഴ്സ് ഭയങ്കര ഷോർട്ട് ഗിയറിംഗ് ആണ് കൊടുത്തത്. കമ്പയർ ടു അതർ സൂപ്പർ ബൈക്സ് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി ഓൺ ദ ഷോർട്ടസ്റ്റ് സൈഡാണ്. ഇതിൻ്റെ 6th ഗിയർ കുറച്ച് ടോളർ സൈഡാണ്. ഒരു 1:1 ആണ് ഔട്ട്പുട്ട് ഷാഫ്റ്റും ഇൻപുട്ട് ഷാഫ്റ്റിൻ്റെ ഗിയേഴ്സ് വെച്ച് നോക്കിയാൽ ഓൾമോസ്റ്റ് ഒരു 1:1 ഗിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് ടോളറാണ്. ചില റൈഡേഴ്സ് പറയും ഇതിന് ഓവർ ഡ്രൈവ് ഗിയർ, പക്ഷേ ഓവർ ഡ്രൈവ് അല്ല കേട്ടോ. ബ്രേക്സ് ഞാൻ പറയില്ല, ഇതിൻ്റെ പെർഫോമൻസിനുള്ള ബ്രേക്സ് ഇല്ല കേട്ടോ. ഫ്രണ്ട് ട്വിൻ ഡിസ്ക് റോട്ടാണ്, 300 mm ട്വിൻ ഡിസ്ക് റോട്ടേഴ്സാണ് കൊടുത്തേക്കുക. പക്ഷെ എന്നാലും ഇനഫ് ഓഫ് അത്രമാത്രം സ്റ്റോപ്പിംഗ് പവറില്ല, അക്രമം കാണിച്ചു പഠിച്ച. ഗുഡ് ഫീലിംഗ് ആണ്, പ്രോഗ്രസീവ് ആണ്, ഡീസൻ്റ് ആണ്. ഇത് കൊള്ളാട്ടോ ഇങ്ങനെ ഓടിച്ചെടുക്കാൻ. പക്ഷെ ഇങ്ങനെ വണ്ടിക്ക് പയ്യെ ഓടിക്കാൻ ഇഷ്ടമല്ല. കൈ കൊടുത്താൽ ഓ ഫ്ലാറ്റ് പ്ലേ. എൻ്റെ അമ്മയെ സ്പീഡ് കയറുന്ന അറിയുന്നില്ല കേട്ടോ. 0 to 100 in 4 seconds ആണ്. ഫാസ്റ്റ് മോട്ടോർ സൈക്കിൾ അണ്ടർ 4 seconds ആട്ടോ. നമ്മൾ പരീക്ഷ നോക്കുന്നില്ല. ഓൺ ദ റേസ് ട്രാക്ക് ഞാൻ ഇന്നോ ഓടിച്ചൊരു വീഡിയോ ഉണ്ട്. പക്ഷേ എനിക്ക് ഓൺ ദ റേസ് ട്രാക്കിനെ കാട്ടി ഓൺ ദ റോഡാട്ടോ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട. പിന്നെ ഇതിൻ്റെ സീറ്റൊന്നും അത്ര കംഫർട്ടബിൾ അല്ല. കുറച്ച് ഇരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഹാർഡ് സീറ്റ്സ് ആണ്. പിന്നെ കാലം കൊണ്ട് പൊക്കി വെച്ചേക്കുക കേട്ടോ. ഇതിൻ്റെ ഫുഡ് പാക്ക് അങ്ങനെ ഹൈറ്റിൽ വെച്ചേക്കുക. കണ്ടേ കാലം കണ്ട പൊക്കി വെച്ചേക്കുക. അതൊക്കെ തന്നെ ഞാൻ ഫ്രണ്ടോട്ട് ലീൻ ചെയ്തിരിക്കും. എർഗണോമിക്സ് ഞാൻ പറയും കേട്ടോ. കണ്ട ഫ്രണ്ടോട്ട് ലീൻ ചെയ്ത കാലും പൊക്കി വെച്ചേക്കുക. അറ്റാക്ക് പൊസിഷനിൽ ഇരിക്കുക ഈ വണ്ടിയുടെ പോലും. എന്താ നോക്കല, അക്രമം കാണിക്കാൻ പറ്റിയ വണ്ടിയാണ്. ബ്രേക്ക് പിടിക്കട്ടെ. ഇങ്ങനെയൊക്കെ അമ്പടിച്ചു കഴിഞ്ഞാൽ ഓ അടിയൊക്കെ കിട്ടും കേട്ടോ. അങ്ങനെ ചാടിക്കാനും പാടില്ല, അത്ര സ്പീഡിൽ പോകാനും പാടില്ല. സ്പീഡ് കുറച്ചിട്ട് വേണേൽ ഇങ്ങനത്തെ ബംസ് ഒക്കെ എടുക്കാൻ കേട്ടോ. അല്ലെങ്കിൽ അലോയ്സ് ഡാമേജ് ആവാം, ബെൻഡ് വരാം, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. ഇതിൻ്റെ 6th ഗിയറിൽ തന്നെ ഓടിച്ചുകൊണ്ട് നടക്കാം കേട്ടോ. അടിപൊളി വണ്ടിയാണ്. ഇപ്പം കേട്ടോ ഇങ്ങനെ പോകുമ്പോഴാണ് ഇതിന് ഹീറ്റിംഗ് തോന്നുന്നത്. കുറച്ചൊന്ന് കൈയൊക്കെ കൊടുത്ത് ഓടിച്ചാൽ യാതൊരു ഹീറ്റിംഗ് ഇല്ല, അത്രമാത്രം ഹീറ്റിംഗ് ഇല്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ സിറ്റിയിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ഹീറ്റ് അറിയും. അത് മാത്രം അല്ലാണ്ട് ഒരു അക്രമം കാണിക്കാൻ പറ്റുന്ന നേക്കഡ് മോട്ടോർ സൈക്കിൾ. നിങ്ങൾ 948cc ലിക്വിഡ് കൂൾഡാണ്, 123 ഹോഴ്സ് പവർ, 98 ന്യൂട്ടൺ മീറ്റർ ഓഫ് ടോർക്ക്. ഇതിൻ്റെ വെയിറ്റ് ഏകദേശം 212 kgs വരുന്നത് കേട്ടോ. ഒരു ഇൻ്റർസെപ്റ്ററിനെ കാട്ടി ലൈറ്റ് വെയിറ്റാണ്. ഇൻ്റർസെപ്റ്ററിനെ കാട്ടി വെയിറ്റ് കുറവാണ്, അതിൻ്റെ 3 ഇരട്ടി പവർ. ഒരു ഇൻ്റർസെപ്റ്ററിനെ കാട്ടി വെയിറ്റും കുറവാണ്, ബെറ്റർ ബ്രേക്സാണ്, ബെറ്റർ ടയേഴ്സാണ്. നിങ്ങൾക്കൊരു കമ്പാരിസൺ പറയുന്നത് ഇൻ്റർസെപ്റ്ററിനെ കാട്ടി ഏകദേശം 3 times മോർ പവർഫുള്ളാണ്. പിന്നെ ഇതിലിപ്പോഴത്തേക്ക് ടയേഴ്സ് എന്ന് പറഞ്ഞാൽ റോഡ് 6 ടയേഴ്സാണ് കേട്ടോ. അത് കൊള്ളാം. സിറ്റി റൈഡിങ്, കമ്മ്യൂട്ടിങ് ആണെങ്കിലും നിങ്ങൾക്ക് സ്ട്രീറ്റ് ഫൈറ്റിംഗ് ആണെങ്കിലും സ്ട്രീറ്റിൽ അക്രമം കാണിക്കാൻ നല്ല ടയേഴ്സാണ് കേട്ടോ. ഡീസൻറ്റ് ടയേഴ്സ്. ഇല്ല ആദ്യം വന്ന ടയേഴ്സ് എന്ന് പറഞ്ഞാൽ ഡൺലോപ്പിൻ്റെ ടയേഴ്സാണ്. എന്താ റോഡ് സ്പോട്ട് എന്ന് പറഞ്ഞ ടയേഴ്സ്, അത് ഒട്ടും കൊള്ളില്ല കേട്ടോ. അത് തീരെ ഞാൻ ട്രാക്കിൽ ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് പേടിയായി പോയ ടയേഴ്സാണ്. അത്ര സെറ്റപ്പല്ല. പിന്നെ ഇത് ലോങ് വീൽ ബേസ് ഉള്ള വണ്ടി. നമ്മുടെ സ്ട്രീറ്റ് RRR പോലെ അല്ലെങ്കിൽ RS പോലെ അത്ര ഷോർട്ട് വീൽ ബേസ് അല്ല. അത് വന്ന ടയേഴ്സ്, ഇത് ഹാർഡ്വെയർ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി അക്രമം കാണിക്കാനാണെങ്കിൽ ഓൺ ദ ട്രാക്ക് ആണെങ്കിൽ അത് എൻജോയ് ചെയ്യും. ഓ ഇതിന് കണ്ട എൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ഏകദേശം, പിന്നെ എൻ്റെ ഫ്രണ്ട് ഫോക്സിനൊക്കെ ഏകദേശം 120 mm ട്രാവൽ കേട്ടോ. ട്രാവൽ കുറവാണ്. ബാക്ക് ഷോക്കിന് കുറച്ചും കൂടി ട്രാവൽ ഉണ്ട്, പക്ഷേ ഫ്രണ്ടിന് അധികം ട്രാവൽ. അപ്പോൾ അടിയൊക്കെ നന്നായി കിട്ടുന്നു, വണ്ടി എടുത്ത് എറിയുവാണ്. അതിനങ്ങനെ ഇഷ്ടമല്ല ഇങ്ങനത്തെ നല്ല റോഡിലൊക്കെ ഓടിക്കാൻ വേണ്ടി. നല്ല റോഡിലത്തെ സ്ട്രീറ്റ് ഫൈറ്ററാണ്. അല്ലാണ്ട് നമുക്കിങ്ങനെ മോശമായിട്ടുള്ള റോഡിലൊക്കെ സ്ട്രീറ്റ് ഫൈറ്റിംഗ് കാണിക്കണമെന്ന് വെച്ചാൽ കുറച്ച് ഓൺ ദ ഡേഞ്ചർ സൈഡാണ്. അത്രമാത്രം കംഫർട്ട്, കുറച്ച് ഈ സസ്പെൻഷൻ ഓൺ ദ സ്റ്റിഫർ സൈഡ് തന്നെ എന്ന് പറഞ്ഞാൽ. ഇത്രയും പവറുള്ള വണ്ടിയല്ലേ, ഇതൊക്കെ കോർണർ ചെയ്യുകയാണെങ്കിലും അത്രയും മാത്രം നിങ്ങൾക്ക് എന്താ സപ്പോർട്ട്, ആ ലൈൻ കീപ്പ് ചെയ്യാനൊക്കെ ഒരു ഫേം സസ്പെൻഷനേ പറ്റുള്ളൂ. ഓവർ ട്രാവൽ ഉണ്ടെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് പിടിച്ചാൽ ആ ഫ്രണ്ട് ആൻഡ് ട്രാവൽ വരും. അതൊക്കെ കൺട്രോൾ ചെയ്യണ്ടേ, എന്നാലേ നമുക്ക് കോർണർ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ വണ്ടി അങ്ങനത്തെ ഒരു വണ്ടിയാണ്, കംഫർട്ട് വേണ്ടിയുള്ള വണ്ടിയല്ല, അക്രമം കാണിക്കാൻ, നല്ല റോഡിൽ അക്രമം കാണിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതെന്താണല്ലേ അവിടെ കൂടി ഇങ്ങനെ എന്താ നോക്കുക ആ ചേച്ചി കാണിച്ചത്. പക്ഷേ ഇത് കൈ കൊടുത്താൽ 6th ഗിയർ ഇത് ഫുള്ളാണ് കേട്ടോ. ഫ്രം 2000 RPM till 9000 RPM വരെ ഫുള്ളാണ്, മാരക ഫുള്ളാണ്. ഇതിപ്പോൾ DB കില്ലർ വെച്ചിട്ടാണ് കേട്ടോ. കേട്ട് ഓടിക്കാൻ എന്ത് സൂത്തിങ് ആണ്. ആ ഫ്ലാറ്റ് പ്ലെയിൻ ഇൻലൈൻ ഫോണിൻ്റെ മാജിക്കാണ്. നിങ്ങൾ ഇൻലൈൻ ഫോൺ മിക്കവരും ഡ്രീമല്ലേ ഇൻലൈൻ ഫോൺ എടുക്കുന്നത്. ദ പെർഫെക്റ്റ് ചോയ്സ് ആണ് ദ Z900 കേട്ടോ.
ശബ്ദം കേട്ട് എൻജോയ് ചെയ്ത് അടിപൊളിയാ. ഓ ബട്ടറി സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റർ അടിപൊളിയാണ് കേട്ടോ. ഓൺ ദ ഹൈവേസ് ഇങ്ങനത്തെ നല്ല റോഡിൽ ഓടിക്കാൻ ചെയ്യുന്നില്ല. പക്ഷെ ഇടയ്ക്ക് കണ്ടില്ലേ, ഒരു സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഓ ടു മച്ച് അഗ്രഷനാണ്. കുറേ മത്താപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. KTC എന്നാണ് പറയുന്നത്, കാവാസാക്കി ട്രാക്ഷൻ കൺട്രോൾ കേട്ടോ. നമുക്ക് സ്പോർട്ട് മോഡ് ഇട്ട് നോക്കാം. സ്പോർട്ടിലോട്ടായി കണ്ടോ. ഓൺ ദ ഗോൾഡ് മോഡ് മാറ്റാം. ഈ അബ്ബാരം നോക്കി പിടിച്ചാൽ മതി. സ്പോർട്ട് മോഡിലോട്ടായി. ഓ കുറച്ചുകൂടി റെസ്പോൺസീവായി. ഒന്നാമതേ മാരകമാണ്, ഇപ്പം അക്രമമായി. ഡയറക്ഷൻ ചേഞ്ചസ് ഒക്കെ കണ്ടില്ലേ. അക്രമം കാണിക്കാൻ പറ്റിയ വണ്ടിയാട്ടോ. അതെന്നാണ് ഇതിൻ്റെ ഹാൻഡ് ബാർ പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഇത് കുറച്ച് വെയിറ്റുള്ള വണ്ടിയാണ്, അത്രയും പവറുണ്ട്. ബ്രേക്സ് നോക്കട്ടെ. ഓ നല്ല പ്രോഗ്രസീവ് ബ്രേക്സ് കേട്ടാ. വെറുതെ ആൾക്കാർ കുറേ എടുക്കുന്നത് കാരണം ഇതിൻ്റെ വൈഡ് ഹാൻഡ് പാസ്സാണ് കൊടുത്തേക്കാൻ. അപ്പോൾ ഇൻപുട്ട് കൊടുക്കാൻ ഈസിയാണ്. കൗണ്ടർ സ്റ്റിയർ ചെയ്യാനാണ്. എവിടെ ഗ്യാപ്പ് ഉണ്ട് അങ്ങോട്ട് നോക്കുക, ഇൻപുട്ട്സ് കൊടുക്കുക. മൈന്യൂട്ട് ഇൻപുട്ട്സ് കൊടുത്താൽ മതി, വണ്ടി നമുക്ക് വളച്ച് തിരിച്ചെടുക്കാം. ഇതിൻ്റെ സീറ്റായിട്ട് 820 mm ആണ്. കുറച്ചൊന്ന് ഹൈറ്റിലിരിക്കുക, എന്നിട്ട് കാലും പൊക്കിയല്ലേ വെച്ചിരിക്കുന്നത്. കണ്ടോ ഇപ്പം നട്ടുവച്ച വെയിൽത്താകുമ്പോൾ അതെ എൻ്റെ കാലോട്ട് ചൂടടിക്കുന്നുണ്ട്. എൻ്റെ ആങ്കിൾ പോർഷൻ അവിടെയൊക്കെ കുറച്ച് ചൂടടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതല്ലാണ്ട് ഇത് ഓടിക്കാൻ ഭയങ്കര സൂത്തിങ്ങാണ്. ഡു ഐ എൻജോയ് ഇറ്റ്? യെസ് ഡെഫിനറ്റ്ലി. ഇൻലൈൻ 4 വെച്ച് ഓടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാം 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 അല്ലേ. ശബ്ദം കേട്ടില്ലേ? വിത്ത് DV കില്ലറാ. DV കില്ലർ മാറ്റിയ എന്നെ കൊണ്ടോ, വണ്ടിയും കൊണ്ടോ എന്നെയും കൊണ്ടോ. അത് നമുക്ക് വേണ്ട. എക്സോസ്റ്റൊക്കെ വെച്ച് വരുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സിഗ്നൽ എത്തിക്കഴിഞ്ഞാൽ വണ്ടി ഓഫാക്കി വെക്കാം. ഇല്ലെങ്കിൽ ശബ്ദം കേട്ട് ആരെങ്കിലും വരും. എന്നിട്ട് എപ്പോഴും മിറേഴ്സൊക്കെ നോക്കാം. മിറേഴ്സിന് കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി ഉണ്ട് കേട്ടോ. എൽബോസും ഷോൾഡറൊക്കെ കൂടുതൽ കാണണം, എന്നാലും കുഴപ്പമില്ലാത്ത വിസിബിലിറ്റി ഉണ്ട്. ഇത് നമുക്ക് വളച്ചെടുക്കാൻ പറ്റുമോ? ഇതിൻ്റെ ടേണിങ് റേഡിയസ് ഒക്കെ. ഇതിന് കുറച്ച് വെയിറ്റുള്ള വണ്ടിയല്ലേ. ഉള്ള ടാങ്ക് കണ്ടില്ലേ, ഒരു മാസി മസ്കുലർ മെറ്റൽ ടാങ്കാണ് കൊടുത്തത്. 70 ലിറ്റർ ടാങ്കാണ് കേട്ടോ. മൈലേജ് ഒരു 17-15 കിട്ടും. മര്യാദക്ക് ഓടിച്ച് ഒരു 18 കിട്ടാറുണ്ടെന്നാണ് ഓണർ പറഞ്ഞു. വളയ്ക്കാനും വലിയ സീനില്ല കേട്ടോ. ഓ ബട്ടറി സ്മൂത്ത് ക്വിക്ക് ഷിഫ്റ്റർ. ക്ലച്ച് പിടിക്കാണ്ട് അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കണ്ടേ 6th ഗിയറിൽ തന്നെ പോകുന്ന. ഫ്രണ്ടിൽ ട്രാഫിക് ഉണ്ട്, ത്രോട്ടിൽ വിട്ടൊന്ന് സ്പീഡ് കുറഞ്ഞാലും ഇപ്പോൾ കണ്ടില്ലേ 50s എത്തി. എന്നിട്ട് അവിടെ നിന്ന് കൈ കൊടുത്താൽ അവിടെ നിന്ന് പുള്ളിയും ചെയിൻ സ്ലാക്കോ ചെയിൻ അടിയോ ഒച്ചപ്പാട് ബഹളോ ഇല്ലാണ്ട് ഗിയർ ബ്യൂട്ടി. അതിൻ്റെ ആദ്യത്തെ 4 ഗിയേഴ്സൊക്കെ കുറച്ച് വന്ന ഷോർട്ടർ സൈഡാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ടുള്ള 5th 6th കുറച്ച് വന്ന ടോളർ സൈഡാണ്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നിങ്ങൾക്ക് സിറ്റിയിലൊക്കെ ഇങ്ങനെ ഓടിക്കാം. ഹൈ ഗിയർ 6th ഇട്ടിട്ടൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാം. ലേസി ആയിട്ട് അധികം ഗിയർ ഷിഫ്റ്റ് ഒന്നും ചെയ്യാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാം. പക്ഷേ ഇതിൻ്റെ നല്ല ഗിയർ ബോക്സ് ഉണ്ട്. കവാസാക്കിയുടെ ഗിയർ ബോക്സൊക്കെ അടിപൊളി ഗിയർ ബോക്സ്. എഞ്ചിൻ എന്ത് സ്മൂത്താണ്, ബട്ടറി സ്മൂത്താണ്, യാതൊരു വൈബ്രേഷൻ ഇല്ല. അറ്റ് ഹയർ RPM നിങ്ങൾ റെവ് ചെയ്ത് അത്രയും ലിമിറ്റ് എത്തി ഓടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് എന്താണ് ഒരു ചെറിയ ബാറൻസിൽ ഫുഡ് പാക്കിലൊക്കെ ചെറിയൊരു ടിങ്കിളിങ് പോലെ ചെറിയൊരു ബസ്സിനെസ് മാത്രം ഫീൽ ചെയ്യാം. അതല്ലാണ്ട് ഒരു സീനുമില്ല. കുറച്ചൊന്ന് റെവ് വരുമ്പോൾ മാത്രം ഉണ്ട് ഹാൻഡിൽ ബാസിലൊക്കെ കുറച്ചൊരു തരി ഫീൽ ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് ഒരു സീനുമില്ല. ഒരു സ്റ്റെബിലിറ്റി ചെക്ക് നോക്കട്ടെ. കൊള്ളാട്ടോ. ചെറിയൊരു ലെഫ്റ്റ് സൈഡ് പുള്ളുണ്ട് വണ്ടിക്ക്. അത് ബോഡി വെച്ചൊന്നും ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഹാൻഡ്ലിങ്ങിനൊന്നും അഫക്റ്റ് ചെയ്യാനൊന്നുമില്ല. ഓ ആ ശബ്ദം കണ്ടില്ലേ, ഇതുകൊണ്ടാണ് ആ ശബ്ദം കണ്ട. ആ എക്സോസ്റ്റോട്ട് കേട്ടില്ലേ, ഒരു എക്സോസ്റ്റ് സ്ലിപ്പ് ഓൺ വെച്ചാൽ തന്നെ അക്രമ ശബ്ദമാണ്. അതിന് വേണ്ടിയാണ് മിക്കൊരു ഇൻലൈൻ 4 എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് മിക്കൊരു Z900 എടുക്കുക. വൺ ഓഫ് ദ മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇൻലൈൻ ഫോഴ്സാണ്. ഗുഡ് സൗണ്ടിങ്, മോർ പവർ ദൻ യു എവർ നീഡ്, എല്ലാം കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോട്ടോർ സൈക്കിളിൻ്റെ സസ്പെൻഷൻ കൂടി കുറച്ച് ബെറ്റർ ആക്കി കഴിഞ്ഞാൽ ഓ എന്താണല്ലേ. ഇതിൻ്റെ ശബ്ദം ഭയങ്കര അഡിക്റ്റിങ് ആട്ടാ. ഇതിങ്ങനെ ഹൈവേസിലാണെങ്കിൽ ഇങ്ങനത്തെ ഓപ്പൺ റോഡ്സിലൊക്കെ ഓടിച്ചെടുക്കാൻ ഭയങ്കര രസമാണ്. ഞാൻ റേസ് ട്രാക്കിൽ ഓടിച്ചാൽ വേണ്ടി കേട്ടോ. റേസ് ട്രാക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആണെങ്കിൽ അത്രയും മാത്രം ഒരു ഫാസ്റ്റ് ഡയറക്ഷൻ ചെയ്യില്ല. കാരണം ഞാൻ ആദ്യം ഓടിക്കുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ Street Triple RS ഓടിച്ചിട്ടാണ് ഇത് ഓടിക്കുന്നത്. മേ ബി അതായിരിക്കും കാരണം. അതും അതിൻ്റെ ഹാൻഡ്ലിങ് അറിയാമല്ലോ. അതിൻ്റെ ഓൾമോസ്റ്റ് ലൈക്ക് എന്താ ഒരു ഫുള്ളി ഫെയർ സ്പോർട്ട് ബൈക്കിൻ്റെ ഹാൻഡ്ലിങ്ങാണ് കിട്ടുന്നത്. അത്രയും സെറ്റപ്പ് ഹാൻഡ്ലിങ്ങിനാണ് Street Triple RS കേട്ടോ. എന്നിട്ട് ഞാൻ ഇതൊന്നും ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഹാൻഡിൽ ബാറിൻ്റെ വെയിറ്റ്, ഹയർ സ്പീഡിൽ ബ്രേക്ക് ചെയ്ത് ഹാർഡ് ബ്രേക്ക് ചെയ്ത് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആ വെയിറ്റ് എനിക്ക് ഫീൽ ആയി.
അതൊക്കെ നോക്കി. പിന്നെ ഞാൻ പറയാം, അന്ന് എൻ്റെ ടയേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ റോഡ് സ്പോർട്ട് എന്ന ടയർ, ഡൺലോപ്പ് റോഡ് സ്പോർട്ട് എന്ന ടയറാണ്. അത് അത്ര സെറ്റപ്പൊന്നുമില്ല. അതൊക്കെയുള്ള കാര്യങ്ങൾ. അതെന്താ, നിങ്ങൾ ട്രാക്കൊന്നും ഓടിക്കുന്നില്ല, നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് കാഷ്വൽ ടൂറിങ്, ബാക്കി സിറ്റി ഹൈവേസിലൊക്കെ ഓടിക്കാനാണെങ്കിൽ യുവർ ഡ്രീം ഒരു ഇൻലൈൻ 4 ആണെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. പിന്നെ CBI 650R ഒക്കെ ഉണ്ട്. അത് കുറച്ചുകൂടി സ്വീറ്റർ മോട്ടോർ സൈക്കിളാണ് കേട്ടോ. അതും നല്ലൊരു മോട്ടോർ സൈക്കിൾ, നിങ്ങൾക്ക് ഓടിച്ച് എൻജോയ്. അതിൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടി ബെറ്ററാണ്. ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച് വന്ന ടാസ്ക്, അതിൻ്റെ ഹീറ്റിങ് കുറച്ചുകൂടി കൂടുതലാണ് കമ്പയർഡ് ടു ദ CBI 650. അപ്പോൾ നിങ്ങളൊരു ഇൻലൈൻ 4 അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ, ഒരു 120 ഹോഴ്സ് പവർ മോൺസ്റ്റർ ഓൺ വീൽസ് സ്ട്രീറ്റ് ഫൈറ്റർ നോക്കി നടക്കുന്നുണ്ടെങ്കിൽ, ഇറ്റ് ഈസ് വെരി ടഫ് ടു ബീറ്റ് ദ C900 കേട്ടോ. ഇപ്പോൾ ഇതിന് ഏകദേശം 40,000 റുപ്പീസ് ഡിസ്കൗണ്ട് ഉണ്ട്. 12.2 lakhs ഓൺ റോഡാണ്. അതിന് ഡിസ്കൗണ്ട് അപ്പോൾ 11.8 lakhs കിട്ടുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾ വണ്ടി ആദ്യമൊക്കെ എടുത്തിട്ട് നിങ്ങളൊരു 300cc എന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ലാണ്ടൊക്കെ മാനേജബിൾ ആണ്. ഒരു 300, ഒരു ഡ്യൂക്ക് 390 ഒക്കെ നിങ്ങൾ അപ്ഗ്രേഡ് നോക്കുവാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഇത് ആദ്യം തന്നെ റോഡ് മോഡിലിട്ടൊക്കെ ഒന്ന് ഓടിക്കുക, കൈയൊന്നും തെളിയുക, എന്നിട്ട് സ്പോർട്ട് മോഡിലോട്ട് പോവുക. ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന അങ്ങനെയാണ് കേട്ടോ. ആദ്യം തന്നെ ഫുൾ പവർ എടുത്ത് കൈ കൊടുക്കരുത്. ട്രാക്ഷൻ കൺട്രോൾ എനേബിൾ ചെയ്ത് ഓടിക്കുക. അതാകുമ്പോൾ നിങ്ങൾ ട്രാക്ഷൻ കൺട്രോൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ റിയർ വീൽ സ്പീഡ് ഫ്രണ്ട് വീലിനെ കാട്ടി ഒന്ന് കൂടിക്കഴിഞ്ഞാൽ പവർ ടു ദ റിയർ വീൽ കട്ടി. കാരണം അതിൻ്റെ ഫസ്റ്റ് 3 ഗിയറിലാണ്. ഫസ്റ്റ് 2 ഗിയർ എന്തായാലും പവർ വീലായിരിക്കും. തേർഡ് ഗിയർ അണ്ട ഹാർഡ് ആക്സലേഷൻ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഫുൾ ത്രോട്ടിലൊക്കെ കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് ലിഫ്റ്റ് ഓഫ് ആവും. നിങ്ങൾ ബിഗിനർ റൈഡറാണ്, അത് റിയർ ബ്രേക്കിൽ ഒരു കാല് വെച്ചിട്ടില്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. അത് കുറച്ച് ഡേഞ്ചറസ് ആണ് ഈ മോട്ടോർ സൈക്കിൾ. കാരണം ഇതിന് അത്രയും മാത്രം പവർ ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ ലോവർ സ്പീഡിൽ ഓടിക്കുമ്പോൾ അറിയില്ല, പക്ഷേ അണ്ട ഹാർഡ് എക്സൈസ് സഡനായിട്ട് ത്രോട്ടിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പവർ ഉണ്ട് വണ്ടിക്ക്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് കേട്ടോ. 145 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പോകുന്ന വഴിയൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ. സോ നമ്മൾ Z900 എക്സ്റ്റെൻസീവ്ലി ടെസ്റ്റ് ചെയ്തൊരു മോട്ടോർ സൈക്കിൾ കുറേ വർഷം ഓടിച്ച 2017 മുതൽ ഓടിച്ചൊരു മോട്ടോർ സൈക്കിളാണ്. ഇപ്പോഴാണ് ഫൈനലി റിവ്യൂ ചെയ്യാൻ ടൈം കിട്ടിയത്. നമുക്ക് ഈ മോട്ടോർ സൈക്കിൾ പ്രൊവൈഡ് നമ്മുടെ ഫ്രണ്ട് മിഥുനാണ് ഫ്രം തൃശ്ശൂർ ഓടിച്ചുള്ളത്. നമുക്ക് ഈ വണ്ടി റിവ്യൂവിന് വേണ്ടി കൊച്ചി കൊണ്ടുവന്നു കേട്ടോ. അടിപൊളി മൈൻഡ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും റിവ്യൂ ചെയ്യാത്ത മോട്ടോർ സൈക്കിൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ജസ്റ്റ് DM me ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് കേട്ടോ. നിങ്ങളുടെ ആരെയും ഫോഴ്സ് ഒന്നും ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി DM ചെയ്യാൻ നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ നമുക്ക് റിവ്യൂ ചെയ്യാൻ പറ്റുന്ന കേട്ടോ. അങ്ങനത്തെ സെറ്റപ്പൊക്കെ ചെയ്യാം. നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ, ഫോളോവേഴ്സിൻ്റെ, ഫ്രണ്ട്സിൻ്റെ വണ്ടികൾക്ക് റിവ്യൂവും ചെയ്യാം. സോ ഈ മോട്ടോർ സൈക്കിളിൻ്റെ കാര്യം പറയുകയെന്ന് പറഞ്ഞാൽ ഇതൊരു അക്രമ വണ്ടിയാണ് കേട്ടോ. ഇത് all 90% എഞ്ചിൻ. ഇതിൻ്റെ ഷാസ് എത്ര സെറ്റപ്പില്ല, ബ്രേക്സ് എത്ര സെറ്റപ്പില്ല, ടയേഴ്സ് അത്ര സെറ്റപ്പില്ല. ഇത് സ്റ്റോക്ക് വന്ന ടയേഴ്സ് തീരെ മോശമാണ്. സസ്പെൻഷൻ അത്ര സെറ്റപ്പില്ല. പക്ഷേ എഞ്ചിൻ ജെം ഓഫ് എൻ എഞ്ചിനാണ് കേട്ടോ. യു കാൻ ഗോ റോങ് വിത്ത് ദാറ്റ് എഞ്ചിൻ. ഭയങ്കര സ്മൂത്ത് റിഫൈൻഡ് എഞ്ചിനാണ്. അടിപൊളി ഗിയർ ബോക്സ്, ലൈറ്റ് ക്ലച്ച്, ഓൾ ദ റൈറ്റ് ബോക്സസ്, 12 kgs ഉണ്ട്, കുറച്ച് ലോങ്ങർ വീൽ ബേസ്. ആ സ്ട്രീറ്റ് ട്രിപ്പിൾ RS ഒക്കെ ഓടിച്ചിട്ടാണ് എനിക്കിത് ഓടിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നം വരും. ആ വണ്ടികളില്ലെങ്കിൽ ഇതൊരു അടിപൊളി സ്ട്രീറ്റ് ഫൈറ്റർ, സ്റ്റിൽ എ വെരി ഗുഡ് സ്ട്രീറ്റ് ഫൈറ്റർ. പക്ഷേ ഇതിൻ്റെ ആ ഡയറക്ഷൻ ചേഞ്ച്, സഡൻ ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷൻ ചേഞ്ച് ഓൺ ദ ട്രാക്ക് കേട്ടോ. ആ ഹയർ സ്പീഡ് 200+ ഒന്ന് ബ്രേക്ക് ചെയ്ത് ഡയറക്ഷൻ ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ വെയിറ്റ്, ആ ലോങ്ങർ വീൽ ബേസിൻ്റെ വെയിറ്റ് ഫീൽ ചെയ്യും. അതർ ദാൻ ദാറ്റ് ഇറ്റ്സ് എ ഗുഡ് മോട്ടോർ സൈക്കിൾ ഫോർ സ്ട്രീറ്റ് ഫൈറ്റിംഗ്. സിറ്റി യൂസ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് കുറച്ച് ഹീറ്റിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അത്ര സിറ്റി യൂസ് സ്ലോ ട്രാഫിക്കിൽ ഉപയോഗിച്ച് തന്നെ കുറച്ച് ഹീറ്റിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഹയർ ഗിയേഴ്സ് ഇട്ട് ലോവർ RPMത്തിലൊക്കെ ഓടിച്ചുകൊണ്ട് നടക്കാൻ 6 ഗിയർ അറ്റ് 30 ലോവർ സ്പീഡ്സിലൊക്കെ ഇട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ 30 km/h 40 km/h കൈ കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് കൈ കൊടുത്ത് അവിടെ നിന്ന് കയറി വരും. അപ്പോൾ ലേസി ആയിട്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ ഇൻ ദ സിറ്റി. ഇൻ കേസ് നിങ്ങൾ സിറ്റി പെട്ടുവാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് ഓടിക്കാൻ. എന്താ ക്ലച്ചിൽ നിന്ന് ലൈറ്റ് സൈഡ് അടിപൊളി ഗിയർ ബോക്സ് കൊടുത്തത് വിത്ത് ക്വിക്ക് ഷിഫ്റ്റ് എക്സ്ട്രാ വെച്ചാൽ. പക്ഷേ ഇപ്പോൾ ഇറങ്ങുന്ന മോഡലിന് ക്വിക്ക് ഷിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ക്വിക്ക് ഷിഫ്റ്റ് ഉള്ളെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്പ് ഷിഫ്റ്റ് ചെയ്യാം. വൈഡ് ഓപ്പൺ റോഡിൽ അപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു ഇത് 90% ഇതിൻ്റെ എഞ്ചിനാണ്. ഈ എഞ്ചിനിൽ ഒരു എക്സോസ്റ്റും കൂടി വെച്ചത് GPS സിസ്റ്റത്തിൻ്റെ എക്സോസ്റ്റാണ് വെച്ചിരിക്കുന്നത്. അക്രമ എക്സോസ്റ്റാണ്, മാരകമാണ്. വിത്ത് DB കില്ലർ. നമുക്ക് കുറച്ച് കൈ കൊടുക്കാണ്ട് പോയാൽ നോർമലായിട്ട് അധികം വെറുപ്പില്ല. പക്ഷേ കൈ കൊടുത്ത് അബവ് 5000 RPM പോയി കഴിഞ്ഞാൽ ഇത് മാരക ശബ്ദം. എല്ലാവരും നോക്കും വണ്ടിയൊക്കെ മാറിത്തരും. എനിക്ക് കുറച്ച് കുറ്റബോധം തോന്നി കൊച്ചിയിൽ ഓടിച്ചിട്ട്. ഞാൻ ചോദിച്ചു ഇത്ര ലൗഡ് വണ്ടി എനിക്ക് ഐ എം നോട്ട് യൂസ് ടു. ഞാൻ എപ്പോഴും സ്റ്റോക്ക് മോട്ടോർ സൈക്കിൾസാണ് ഓൺ ദ റോഡ് ഓടിക്കുക. ഓൺ ദ റേസ് ട്രാക്ക് ഞാൻ പല ലൗഡ് എക്സോസ്റ്റ് വെച്ച് ഓടിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് കുറ്റബോധം വന്നിട്ടില്ല. പക്ഷേ ഇത് വെച്ച് ഓടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പ്രശ്നമാണല്ലോ. അങ്ങനെ കുറച്ചധികം മത്താവൊക്കെ കാവസാക്കി കൊടുത്തിട്ടുണ്ട് ടു മേക്ക് ഇറ്റ് മച്ച് മോർ സേഫർ. ആ സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഓവറോൾ ഡുവൽ ചാനൽ ABS ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് മച്ച് മോർ സേഫർ മോട്ടോർ സൈക്കിൾ. നിങ്ങൾ 300-400 അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ആ റൂട്ടാണ് ഞാൻ എപ്പോഴും പറയുവാണെന്ന് പറഞ്ഞാൽ ഒരു 125 അല്ലെങ്കിൽ 100cc നിങ്ങൾ 150cc 150 300 150 300 പോവാം, 300 അല്ലെങ്കിൽ 400cc പോവാം. എന്നിട്ട് വേണം ഒരു 900cc ഇങ്ങനത്തെ സ്ട്രീറ്റ് നേക്കഡ് അല്ലെങ്കിൽ സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിളോട്ട് പോകാം. ഡയറക്ട്ലി ടു 1000 പോയി ഓടിക്കരുത്. കാരണം ഇത് ഭയങ്കര ഭയങ്കരമായിട്ട് റെസ്പോൺസിബിലിറ്റി. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയില്ലേ. ഇത് കൈ കൺട്രോൾ ചെയ്യണം. നമ്മൾ ഈ കൊടുക്കുന്ന ത്രോട്ടിലാണെങ്കിലും ഇതിൻ്റെ ഫസ്റ്റ് 3 ഗിയേഴ്സിലാണെങ്കിലും വീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. 0 to 100 3.3 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യുന്ന മാരക പെർഫോമൻസ്. ടോപ്പ് സ്പീഡ് ഓഫ് 234 ഒക്കെ സ്പീഡ് ഉണ്ട്. ഐ തിങ്ക് BIC ഓടിച്ചപ്പോൾ 225 230 എന്തോ ഞാൻ കയറ്റുന്നത്. ടൈം എടുക്കും കയറാം. പക്ഷെ എന്നാലും അബൌട്ട് 200 കുറച്ചൊന്നും ലാഗ് ഉണ്ട് കയറാം. പക്ഷേ അതർ ദാൻ ദാറ്റ് മാരക വണ്ടിയാണ്.
അതാ പറയാം. പക്ഷേ അത്രയും സ്പീഡ്സിലൊക്കെ പോകുമ്പോൾ അതിനുള്ള സ്റ്റോപ്പിംഗ് പവറുള്ള ബ്രേക്സ് ഇല്ല. കുറച്ചൊന്ന് അഗ്രസീവായിട്ട് ബ്രേക്ക് കുറച്ച് ബ്രേക്ക് ഫീഡ് വരുന്ന ഇതിൻ്റെ ടയേഴ്സാണ്. സ്റ്റോക്ക് വന്ന ടയേഴ്സ് അത്രമാത്രം സെറ്റപ്പ് ചെയ്ത് കുറച്ചുകൂടി മച്ച് ബെറ്റർ. പക്ഷേ നല്ല ടയേഴ്സും വേണം. അതാ ഇത് അറ്റ് ദാറ്റ് പ്രൈസ് പോയിന്റ് കുറച്ച് കോംപ്രമൈസ് ഓൺ ദ സസ്പെൻഷൻ, ഓൺ ദ ബ്രേക്സ്, ഓൺ ദ ടയേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയാം 90% എഞ്ചിനായിട്ടുള്ള മോട്ടോർ സൈക്കിൾ നിങ്ങൾക്ക് സിറ്റി യൂസ് ചെയ്ത് ഒരു എക്സോസ്റ്റ് വെച്ചിട്ട് കുറച്ച് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ഓടിക്കാനാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഓപ്ഷൻ ആണ് കേട്ടോ. ഈ സർവീസിൻ്റെ സ്പെയർസിൻ്റെ കുറച്ച് കോസ്റ്റ് ഓൺ ദ ഹയർ സൈഡ്. പക്ഷേ അതർ ദൻ ദാറ്റ് ദ എഞ്ചിൻ, ദ കാവാസാക്കി എഞ്ചിനീയറിംഗ് എന്ന് അടിപൊളി. യു കാൻ ഗോ റോങ്. ഒരു ലോങ് ടേം കീപ്പ് ചെയ്യാനുള്ള മോട്ടോർ സൈക്കിൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഫസ്റ്റ് ആയിട്ടൊരു ഇൻലൈൻ 4 നോക്കുന്നുണ്ടെങ്കിൽ ദ Z900 ഇസ് സ്റ്റിൽ ദ മോട്ടോർ സൈക്കിൾ ടു ഗെറ്റ്. CB650R ഉണ്ട്, പക്ഷേ അതിനെക്കാട്ടി മച്ച് മോർ പവർഫുൾ ആണ്. CB650Rൻ്റെ സസ്പെൻഷൻ കുറച്ചുകൂടി സോഫ്റ്റർ ആണ്. പിന്നെ അതിൻ്റെ എഞ്ചിൻ കുറച്ചുകൂടി സ്വീറ്റർ ആയിട്ടുള്ള എഞ്ചിൻ. അതിൻ്റെ സർവീസ് കോസ്റ്റ് മെയിൻ്റെനൻസ് കുറവാണ്. പക്ഷേ ഈ രണ്ട് മോട്ടോർ സൈക്കിൾ ഓൺ ദ ഹൈവേ നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ മോസ്റ്റ് 90% ഓഫ് ദ റൈഡേഴ്സ് Z900 ചൂസ് ചെയ്യാൻ. അതിൻ്റെ അഗ്രസീവ് ലുക്സ് ആണെങ്കിൽ, അതിൻ്റെ സൈസ് ആണെങ്കിൽ, ഇത് പ്രോപ്പർ കണ്ടാൽ തന്നെ സൂപ്പർ ബൈക്ക് എന്നേ പറയുള്ളൂ കേട്ടോ. സോ ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ സിറ്റി യൂസ് ഒരു സ്ട്രീറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഫൈറ്റർ മോട്ടോർ സൈക്കിൾ ഇൻലൈൻ 4 ഒരു എക്സോസ്റ്റ് അക്രമം ഒച്ച ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ഇൻലൈൻ 4 അപ്ഗ്രേഡ് നോക്കി നടക്കുന്നുണ്ടെങ്കിൽ Z900 വെല്ലാം വേറെ വണ്ടി ഇൻ ദാറ്റ് പ്രൈസ് റേഞ്ച് ഇല്ല കേട്ടോ. അതായത് ഓൺ റോഡ് പ്രൈസ് ഇപ്പോൾ 40,000 rupees ഡിസ്കൗണ്ടും ഉണ്ട്. 11.8 lakhs ഓൺ റോഡ് കൊച്ചിക്ക് നിങ്ങൾക്ക് ഈ വണ്ടി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. സെറ്റപ്പ് ഡീൽ, സ്റ്റിൽ എ വെരി ഗുഡ് ഡീൽ. എങ്ങനെയുണ്ട് സാധനം? സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. വിച്ച് മോട്ടോർ സൈക്കിൾ ഷുഡ് വി റിവ്യൂ നെക്സ്റ്റ്? ഇതായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ഡൗൺ ബിലോ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.